നിർദ്ദേശപ്രകാരം ഇടവയിൽ സോഷ്യൽ ആക്ടിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കുകയും കോവിഡ് ബാധിച്ചവരെ ഓക്സിജൻ നൽകി ആശുപത്രികളിൽ എത്തിക്കുകയും ചെയ്തു പോന്നിരുന്നു. കോവിഡ് കാലങ്ങളിൽ ആവശ്യത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് രൂപതയിൽ നിന്നും അരി, എണ്ണ തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകളും കൂടാതെ വൈദ്യസഹായത്തിന് ആവശ്യമായ സാധനങ്ങളും കൊടുത്തിരുന്നു. യൂത്ത് ക്രിസ്മസ് കരോൾ, ക്രിസ്മസ് പുൽക്കൂട്, ഈസ്റ്റർ കല്ലറ, ഈസ്റ്റർ എഗ് വിതരണം, തിരുനാളിന് തേര് എന്നീ കാര്യങ്ങൾ വർഷം തോറും വളരെയധികം ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും യൂത്തിന് വേണ്ടി മോട്ടിവേഷൻ ക്ലാസുകൾ നടത്തുന്നു. അംഗങ്ങളെല്ലാവരും വളരെയധികം സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. നോമ്പിനോടനുബന്ധിച്ച് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അച്ചറപ്പക്കത്തേക്ക് ഈ ഇടവയിൽ നിന്നും അംഗങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. ആകാശപ്പുറകളുടെ അഗതിമന്ദിരം സന്ദർശിക്കുകയും ആവശ്യ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു. ക്രിസ്മസ് ദിനത്തിൽ റോഡരികിൽ ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട്. കൂടാതെ രോഗികളായിരിക്കുന്ന കുടുംബങ്ങളിൽ സന്ദർശനം നടത്തുകയും സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. യൂത്തിലെ അംഗങ്ങൾ ചേർന്ന് പിക്നിക് പോകാറുണ്ട്. വേദോപദേശം ആത്മീയ കാര്യങ്ങളിൽ ഇവിടുത്തെ കൊച്ചുമക്കൾ വളരെയധികം ഭാഗഭാഗത്തുള്ളവരാണ്. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി കുട്ടികളുടെ നേതൃത്വത്തിൽ കൊന്ത നടത്തി വരുന്നു. കുട്ടികളുടെ കഴിവുകൾ വളർത്താൻ വേണ്ടി 2 ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നടത്താറുണ്ട്. കുട്ടികൾ വചനത്തിൽ വളരുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ കൊണ്ട് കുർബാനയുടെ അവസാനം വചനം പറയിപ്പിക്കാറുണ്ട്. രൂപതാതലത്തിൽ നടത്തുന്ന എല്ലാ പരിപാടികളിലും നമ്മുടെ കുട്ടികളുടെ നിറസാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ക്രിസ്മസ് ദിനത്തിൽ കുർബാനയ്ക്ക് ശേഷം കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാം നടത്താറുണ്ട്. മതബോധന അധ്യാപകരും 5th സ്റ്റാൻഡേർഡിന് മുകളിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ലോഗോസ് ക്വിസിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാ 4ാമത്തെ ഞായറാഴ്ചകളും കുട്ടികൾ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കാറുണ്ട്. എല്ലാ മാസവും വേദോപദേശ ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് നടത്താറുണ്ട്. PTA മീറ്റിംഗ് വർഷം തോറും നടത്തപ്പെടുന്നു. കൊറോണ കാലഘട്ടങ്ങളിൽ ഓൺലൈനായി ക്ലാസുകൾ നടത്താൻ സാധിച്ചു. കാറ്റസിസത്തിന്റെ വർഷാരംഭ ദിനത്തിൽ തിരിതെളിയിക്കൽ, കുട്ടികളുടെ കാഴ്ച സമർപ്പണം എന്നീ കാര്യങ്ങൾ നടത്താറുണ്ട്. രൂപതയിൽ നടത്തപ്പെട്ട അൾത്താര സംഘത്തിന്റെ സെമിനാറിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുത്തിരുന്നു. വർഷത്തിൽ 1 ഡേ പിക്നിക് പോകാറുണ്ട്. ചെറുപുഷ്പം മിഷൻ ലീഗ് സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ കാര്യങ്ങളിൽ ഊന്നിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. കേറ്റിസം അസംബ്ലിയിൽ മിഷൻ ലീഗിന്റെ ഗാനം ആലപിക്കാറുണ്ട്. GHന്റെ മുന്നിൽ ഔഷധം ലഭിക്കുന്നവർക്ക് കഞ്ഞി വിതരണം ചെയ്യുകയും സെന്റ് തോമസ് മൗണ്ടിലെ അനാഥാലയം സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. ക്രിസ്തുമസിനും ഈസ്റ്ററിനും വഴിയിൽ അലയുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. പള്ളി നിർമ്മാണ കമ്മിറ്റി കാലാകാലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന വൈദികരുടെ നിർദ്ദേശപ്രകാരം പള്ളിയുടെ പുനർനിർമ്മാണ സംഘടന പ്രവർത്തിച്ചു വരുന്നു. പള്ളി പുനർനിർമ്മാണത്തിനു വേണ്ടി പണം സമാഹരിക്കുന്നതിനായി സഹായനിധി നടത്തുകയും അതിൽ 5 ലക്ഷത്തോളം തുക സമാഹരിക്കുകയും ചെയ്തു. കൂടാതെ ചെറിയ രീതിയിൽ പണം സമാഹരിക്കുന്നതിന് വേണ്ടി കപ്പ, ഇറച്ചി, അച്ചാർ എന്നീ സാധനങ്ങൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നു. നിലവിലുള്ള പള്ളിയുടെ സ്ഥലപരിമിതി മൂലം മെച്ചപ്പെട്ട ഒരു പള്ളി ഇടവകയുടെ ഒരു സ്വപ്നമാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇടവകയിലെ എല്ലാ ആധ്യാത്മിക പ്രവർത്തനങ്ങളിലും സഹചരം പ്രവർത്തിച്ചു വരുന്നു. ഈ റിപ്പോർട്ട് യോഗത്തിന് മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി CV ജേക്കബ്. അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ ഫൊറോന വികാരി
മോൺസിനോർ ജുജോ തുണ്ടത്തിൽ പറമ്പിലച്ഛനെ ക്ഷണിച്ചുകൊള്ളുക. പറമ്പ് എക്സ്ട്രാ കൂടിയിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ പേരിലൊന്നുമില്ലെങ്കിലും ബഹുമാനപ്പെട്ട ദിനച്ച സ്വഭവച്ച സിസ്റ്റർ, സ്നേഹമുള്ള കൈക്കാരൻ മുന്നായ പിന്നെ ഒന്നറിയില്ല, ഇന്ന് മാറിയോ? സ്ഥാനം മാറിയോ? ഓക്കെ, രണ്ടും പറയാം, ഇന്ന് മാറിയതുകൊണ്ട്. മുൻവശത്തിരിക്കുന്ന മുൻ കൈക്കാരന്മാരാണ്, മുൻകൈ കൈക്കാരന്മാരെ, സ്നേഹമുള്ള ബഹുമാന സിസ്റ്റേഴ്സ്, സ്നേഹമുള്ളവരെ, ഒരു മീറ്റിങ്ങിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതും എന്നാൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുമായ ആദ്യ ഭാഗത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പ്രസംഗം എപ്പോൾ തീരും എന്നാണ് ചിന്തിക്കുന്നത്. കൂട്ടുവായം കേട്ട് തുടങ്ങി ഞങ്ങൾ പിള്ളേരുടെ പരിപാടി കാണണം, അതാണ് നിങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് അധികം പറയുന്നില്ല. സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഇടവക ദിനം ആഘോഷിച്ചതിന്റെ ഓർമ്മ എന്റെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നുണ്ട്. ഒത്തിരി സന്തോഷം അത് ഓർക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എന്തായാലും അത്തിപ്പട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷവും നന്മയും അല്ലെങ്കിൽ മനസ്സ് നിറവും തോന്നുന്ന നിമിഷങ്ങളാണ് അത്തിപ്പട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ. ഏത് കാര്യത്തിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹം. ഇത്ര നേരത്തെ തന്നെ ഇത്രയും പേര് ഇവിടെ എത്തി. കൂടുതൽ പേരും പുറകിൽ തന്നെയാണ്. കുട്ടികളൊക്കെ പുറകില്ലെന്ന് തോന്നുന്നു. കുട്ടികളാരും അവിടെ ഇല്ല. പിന്നെ കുറെ പേര് മേക്കപ്പ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. റെഡി സമയത്തിന്റെ പേര് വിളി കേട്ടാൽ അപ്പോൾ ചാടിക്കയറി കളിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം അമ്മമാരും അപ്പച്ചന്മാരും കൊച്ചുങ്ങളും എല്ലാവരും അവിടെ മുമ്പിലിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കസേരയിലിരിക്കുന്നുണ്ട്. ഒരുപാട് പറയുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് ഞാനിന്ന് ഓർക്കുന്നത്. ഒന്ന്, ഓരോ ഇടവക ദിനവും രണ്ട് കാര്യങ്ങളാണ് എന്നെ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ അതിനാണെന്നാണ് ഞാൻ പറയുക. ഒന്ന്, ഒരു ഓർമ്മിക്കൽ, ഓർമ്മയാചരണം എന്ന് വെച്ചാൽ നമ്മളെ ഇതുവരെ എത്തിച്ചവരെ ഓർമ്മിക്കുക. നമ്മളെ ഇവിടെ ഇരുത്താൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച നമ്മുടെ മുൻ കാരണവന്മാരെ അല്ലെങ്കിൽ മുൻഗാമികളെ ഓർക്കുക, അവരെ അനുസ്മരിക്കുക. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം മുൻ കൈക്കാരന്മാരുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്, അവരെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ആയിരിക്കുന്നത് അവരുടെ അധ്വാനവും അവരുടെ ദീർഘവീക്ഷണത്തിന്റെയും അവരുടെ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും ഫലമാണ്. അതുകൊണ്ട് അവരെ ഓർമ്മിക്കേണ്ടതും അവരെ അനുസ്മരിക്കേണ്ടതും അവരുടെ നന്ദിയോടെ ഓർക്കേണ്ടത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തെ കാര്യം, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്ന് വെച്ചാൽ ഇത് ഓർമ്മിപ്പിക്കുന്നത് ഈ നമുക്ക് കിട്ടിയ ഈ സൗഭാഗ്യം നമ്മൾ വരും തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ കാരണവന്മാർ പകർന്നു തന്ന വിശ്വാസവും കൂട്ടായ്മയും നന്മയും എല്ലാം അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ ഒട്ടുമായിട്ട് തുടങ്ങും. അതുകൊണ്ട് അത്തിപ്പറ്റ ഇടവകയുടെ ഇടവക ദിനത്തിന്റെ എല്ലാ ആശംസകളും സ്നേഹത്തോടെ സന്തോഷത്തോടെ നേർന്നുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. ആശംസ പ്രകടനത്തിനായി ഫാദർ മരിയ സോബോച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. இறையேசுவில் அன்பார்ந்த ஃபரோனா விகாரி அருள் தந்தை புல்லட் அச்சன் தான் நாங்கள் கூப்பிடுவோம். நீங்களும் அப்படி தான் கூப்பிட்டுருக்கீங்க. அதுதான் அப்படி ஒரு பாரம்பரியமாக இருந்து கொண்டிருக்கின்றது. நான் இந்த சென்னை பகுதியிலே வந்த பொழுது முதலாக பார்த்த அந்த அருள் தந்தை அவர்கள் தொடர்ந்து இங்குள்ள எல்லா நிகழ்வுகளிலும் அவர்கள் இருப்பார்கள். அவர்கள் இருப்பதுதான் உங்களுக்கும் மகிழ்ச்சி என்று எனக்கு தெரியும். அதுபோலவே இப்பொழுது உங்களை வழிநடத்தி கொண்டிருக்கக்கூடிய உங்களுடைய பங்கு தந்தை பேரிஷ் பிரீஸ்ட் நிதின் கல்லறைக்கல் அச்சன், அதுபோலவே அருள் சகோதரி, பங்கு பேரவை, பங்கு மக்களே, உங்கள் அனைவருக்கும் என்னுடைய மாலை வணக்கம். தமிழ் புரியும் தானில்ல? இந்த பங்கு திருவிழாவை நீங்கள் கொண்டாடி கொண்டிருக்கின்ற பொழுது இந்த நாளிலே மிகவும் மகிழ்ச்சிகரமான ஒரு நாள். எனக்கு இந்த பங்கிலே மிகவும் பிடித்தமான ஒன்று, உங்களுடைய குடும்பங்களை நான் அப்சர்வ் பண்ணது உண்டு. எல்லாருடைய அந்த ஒற்றுமை, எல்லாரும் இணைந்து இருக்கக்கூடிய ஒரு தன்மை, யூனிட்டி இஸ் பவர் அப்படின்னு சொல்லுவாங்க. ஸோ அந்த ஒற்றுமை உங்களுக்குள்ள இருப்பது மிக பெரிய ஆசீர்வாதமாக இருக்கின்றது.
இரண்டாவதாக உங்களுக்குள்ளே காணப்படுகின்ற அந்த ஸ்பிரிச்சுவல் லைஃப், பிரேயர் லைஃப், அது மிக மிக சக்தி வாய்ந்ததாக, இறைவனுடைய அருளை தரக்கூடியதாக இருக்கின்றது. இன்று அன்னை மரியாவினுடைய நாளிலே, இந்த திருவிழா நாளிலே சொன்னார், நான் ரொம்ப பிஸியா இருக்கிறேன் அப்படின்னு. ஞாயிற்றுக்கிழமை மட்டும்தான் அந்த கீழ்கட்டளை பங்கு, இங்குள்ள அயப்பாக்கம் பங்கு, அதுபோலவே ஆகஸ்ட் 14 ஆகிய இன்று மாலை எங்களுக்கு நைட் விஜில், இப்படி இந்த நாளிலே இன்னும் கொஞ்சம் அதிகமாக இந்த புரோகிராம் இருந்ததால் அதற்கு மத்தியிலே உங்களுடைய இந்த திருவிழா நிகழ்வுகளிலே வந்து கலந்து கொண்டதிலே நான் மிக்க மகிழ்ச்சி அடைகிறேன். இந்த விழாவினுடைய எல்லா ஆசீர்வாதங்களையும் அன்போடு தெரிவித்துக் கொள்கிறேன். புனித தோமஸ் அக்யூனாஸ் மிக அழகாக சொல்லுவார், அன்று ஏதேன் தோட்டத்தில் ஒரு பெண்மணி அறியாமையின் காரணமாக இந்த உலகை பாவத்திற்கு இட்டு சென்றாள் என்றால், அதன் பிறகு ஒரு பெண்மணி நெஞ்சை நிமிர்த்தி தலை நிமிர்த்தி இந்த உலகத்தை விண்ணகத்திற்கு பாவத்திலிருந்து மீட்டுக் கொண்டாள் என்று சொல்லிக் கொள்ளலாம். அதுதான் அன்னை மரியாள் என்று சொல்லுவார். அன்னை மரியாவுடைய விண்ணேற்பு நாளை அதனுடைய திருவிழாவாக, பங்கினுடைய திருவிழாவாக கொண்டாடி கொண்டிருக்கின்ற பொழுது, அன்னை மரியாவை போல நாம் எல்லாரும் விண்ணகத்திற்கு எடுத்து செல்லப்படக்கூடியவர்களாக, இறைவன் விரும்புகின்ற நல்ல வாழ்வு வாழ்ந்து, நல்ல கிறிஸ்தவ வாழ்வு வாழ்ந்து, இறைவனுடைய விருப்பத்தை நிறைவேற்றுகின்றவர்களாக மாற இந்த திருவிழா நமக்கு நினைவூட்டட்டும் என்று சொல்லி என்னுடைய இந்த வாழ்த்துரையை முடிக்கின்றேன். வாய்ப்பு தந்த அனைவருக்கும் ஒரு முறை கூட நன்றி. திருவிழா வாழ்த்துக்களை அன்போடு தெரிவித்துக் கொள்கிறேன். താങ്ക് യു ഫാദർ. ആശംസ പ്രകടനത്തിനായി മദർ സുപ്പീരിയർ ലിബിയ സിസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ജിജോ തുണ്ടത്തിലച്ച, സാബു അച്ച, നിതിനച്ച, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇടവകാംഗങ്ങളെ, ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണല്ലോ നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ഒരു ഐക്യത്തിന്റെയും ഒരു അടയാളമാണ് ഈ ഇടവക ദിനം, ഈ ഇടവക ദിന ആഘോഷങ്ങൾ. അതെ, നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് ഐക്യത്തോടും ഏകതയോടും കൂടെ നമ്മുടെ ഈ പാരിഷയുടെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി തീരുവാനും ഇതിനായി നമ്മെ പ്രേരിപ്പിച്ച എല്ലാ വ്യക്തികളെയും, ഇവിടെ പ്രോഗ്രാമിനായി ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും, നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ആശംസ നൽകുന്നു. താങ്ക് യു. നമ്മുടെ ഇടവക ദിനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളായ ഒസൂർ രൂപതയുടെ ജനറൽ സെക്രട്ടറി മോൺസൺ ജിജോ തുണ്ടത്തിലച്ച, മലങ്കര സെന്റ് ജോർജ് ഇടവകയുടെ വികാരിയായ ബഹുമാനപ്പെട്ട സോബോച്ച, നമ്മുടെ ഇടവകയുടെ വികാരിയായ ബഹുമാനപ്പെട്ട നിതിനച്ച, മദർ സുപ്പീരിയർ സിസ്റ്റർ ലിബിയ, കൈക്കാരൻ റോബിൻ, മുൻ കൈക്കാരന്മാരെ, എൻ്റെ പ്രിയ ഇടവകാംഗങ്ങളെ, ഏകദേശം 2016 ജിജോച്ചൻ പോയിട്ട് ഇപ്പോഴാണ് നമ്മൾ വീണ്ടും ഇടവക ദിനം ആഘോഷിക്കുന്നത്. പല സാഹചര്യങ്ങൾ കാരണം, കോവിഡിൻ്റെ മഹാമാരി, അതുപോലെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ 6 വർഷങ്ങൾ പിന്നിട്ടിട്ടാണ് നമ്മൾ ഇടവക ദിനം ആഘോഷിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഒരു കുടുംബമായിട്ട്, എനിക്ക് തോന്നുന്നു 1 മാസമായിട്ട് ഇവിടെയുള്ള പലവരും വളരെ കഷ്ടപ്പെട്ട് അവരുടെ സമയവും അധ്വാനവും എല്ലാം അവർ ഇതിനു വേണ്ടി ത്യാഗം ചെയ്ത് ഈ ഇടവക ദിനം ഭംഗിയാക്കുവാൻ വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ
ഈ കഷ്ടപ്പാടൊക്കെ ദൈവം വലിയ അനുഗ്രഹമായിട്ട് മാറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു. ഇനി മുൻകാലങ്ങളിൽ ഇടവകളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന വൈദികരുടെ പേരും കാലഘട്ടവും ഫോട്ടോയുമുള്ള ഫലകം പ്രകാശനം ചെയ്യാൻ ജിജു അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി മുൻ കൈക്കാരന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിന് നിങ്ങൾ മെമൻഡോ വാങ്ങി തിരിച്ച് സ്റ്റേജിൽ നിന്ന് പോവാതെ സ്റ്റേജിൽ നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരെയും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. ഞാൻ വിളിക്കുന്ന പേരുകളനുസരിച്ച് എല്ലാവരും വേദിയിലേക്ക് വരണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. ആദ്യമായി CD അബ്രാഹാം നമ്മുടെ ആദ്യത്തെ കൈക്കാരനാണ്. നമ്മുടെ ഇടവയുടെ അബ്രാഹാം ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ജേക്കബ് ജോർജ്. AJ Paul. രാജു തോമസ്. MT സണ്ണി. CV Jacob. അടുത്തതായി KB ജോൺസൺ. MV Joy. Joy Thomas. Matthew Varghese. Joseph.
KM ജോസഫ് ആൾക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ട് അവരുടെ ഭാര്യയെ ക്ഷണിച്ചുകൊള്ളും. പേരാണ് മുൻ കൈക്കാരന്മാർ. A very good evening to one and all present here. Now it is time for us to start the award distribution ceremony. May I first request our Honorable Chief Guest, Reverend Father Sobu, to present the award for the rank holders of Catechism Year 2021-22. As I announce the name, I request the students to come up on the stage and receive the award. Standard 1, first rank goes to Melvin James. Standard 2, first rank goes to Kingston PJ. Second rank goes to Island Zia. Standard 3, first rank goes to Anugraha Joy. Second rank goes to Alan Anthony. Standard 4, first rank goes to Angel Joy. Second rank goes to Andrea Prince. Standard 5, first rank goes to Pure Raiders Anand. Second rank goes to Anina Rose Printo. Standard 6, first rank goes to Mia Elizabeth Roger. Second rank goes to KG Jayman. Let's give them a huge round of applause. Standard 7, first rank goes to Donata T. Shaju. Second rank goes to Glenn Johnson. Let's all clap for them.
Standard 10 first rank goes to Anthony Vincent. Second rank goes to Gion Joy. Standard 11 first rank goes to Aliva Topo. Second rank goes to Mabel Androgen. Thank you, Father. നമ്മുടെ ഇടവകയിൽ 2021-22 അധ്യയന വർഷത്തിൽ 10th സ്റ്റാൻഡേർഡിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ ജിയോൺ ജോയെ PV ജേക്കബ് മെമ്മോറിയൽ അവാർഡ് സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ഇടവകയിൽ 2021-22 അധ്യയന വർഷത്തിൽ 12th സ്റ്റാൻഡേർഡിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ മാക്സ്റ്റിൻ ഷാജ് കുര്യനെ ഷൈനി ജോൺസൺ മെമ്മോറിയൽ അവാർഡ് സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, Acha. Next, I request Reverend Father Nathan Kalurikal to give away the certificates to the passed out students of the Catechism year 2021-22. Joy Thomas, Maxton Shajagurian, Neha Elizabeth Reddy, Neha Elizabeth Reddy, and Nikhil Tom Reddy. Nikhil Tom Reddy. Nikhil Dab. Thank you, sir. Thank you, one and all. A very happy evening to one and all present here. Let me take this precious moment to thank our Heavenly Father for the marvelous fellowship meeting had today. I, on behalf of Athipet St. Mary's Church members, would like to thank our honorable guest, Monsignor Reverend Father Jijo Tundathil, the parish priest of Holy Cross Church, Mogapur, for gracing your important work and sharing with us your opinion and findings today. I may like to express our sincere thanks to our most valued invited guest, Reverend Father Sobo, the parish priest of St. George Malagra Church, Ayapakam, for being with us this evening. I also like to express my gratitude to our beloved parish priest, Reverend Father Nathan Kalurikal, and our Mother Superior, Reverend Sister Libya, for the encouragement and enormous cooperation in making this parish day a most flourishing one. I may like to express our sincere thanks to all those who are about to participate in each and every event and the trainers who worked hard to train them to make this day a most successful one. Last but not the least, I would like to extend my gratitude to the co-trustee, Mr. Monsi John, who stood beside me as a pillar throughout this year. Finally, I would like to thank all those who found time to come and fellowship with us today. Once again, thank you all. താങ്ക് യു മാൻസി. നമ്മുടെ യോഗം ഇവിടെ അവസാനിക്കുകയാണ്.